ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ? ഇതുള്ളത് കൊണ്ടാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാളെ ഓർമ്മ വന്നെന്താണെന്നറിയോ? കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. പ്ലേ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കളിച്ച് ഫിറ്റ്നസ് ആവുക. നൻപകളെ, നമ്മുടെ ചെമ്മണ്ണൂരിനായിട്ടുള്ള ബോബിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷ പ്രതികരണവുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഹണി റോസ്. ഇപ്പൊ ഹണി റോസ് ആണെങ്കിൽ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ്. എന്താണ് ആ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് വായിക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഇപ്പൊ ഇട്ട ആ ഒരു പോസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ, ഇതൊക്കെ ഏത് വാക്ക്, പിന്നെ ബ്രാക്കറ്റിൽ സെക്ഷുവലി കളേർഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഓക്കെ, അപ്പം ഹണി റോസ് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഹണി റോസ് ഓരോ ഉദ്ഘാടന വേദികളിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ബോച്ചയാണെങ്കിൽ ഹണി റോസിനെ ഓരോ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോകാനെ കൊണ്ട് വിസമ്മതിച്ചതിനെ തുടർന്ന് ഹണി റോസ് മറ്റു പരിപാടികളിലേക്ക് പോകുമ്പോഴത്തേക്കിന് അവിടെ ബോബി ചെമ്മണ്ണൂർ വലിഞ്ഞു കയറി ചെന്ന് ഹണി റോസിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഹണി റോസ് ഇതിനകത്തൊന്നും പ്രതികരിക്കാൻ നിൽക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ബോബി ചെമ്മണ്ണൂറിനെ ഒരു മാനസിക രോഗിയായിട്ട് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഹണി റോസ് കാണുന്നത്. അങ്ങനെയുള്ളവരെ പുച്ഛിച്ച് തള്ളാറ് മാത്രമാണ് ഹണി റോസിൻ്റെ പതിവ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇനിയും ഹണി റോസ് പ്രതികരിച്ചേക്കുന്നത് എന്തുകൊണ്ട് നന്നായി? കാരണം നമ്മുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഒരാൾക്കും കയറി ഇടപെടാനുള്ള യാതൊരുവിധ അവകാശവുമില്ല. ഇനി എന്താണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടന വേദികളിൽ ചെന്നിട്ട് കാണിക്കുന്ന കുൽസിത പ്രവർത്തികൾ? ആൻഡ് ബോബി ചെമ്മണ്ണൂറിന് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത് എന്ത് എന്നൊക്കെയുള്ള നമുക്ക് ഈ വീഡിയോക്കകത്തോടെ നോക്കാം. എന്തായാലും ബോബി ചെമ്മണ്ണൂറിന്റെ ഒരു വീഡിയോയുടെ ബൈറ്റ് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഹണി റോസിന് എന്റെ കയ്യിൽ ഹണി ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാളെ ഓർമ്മ വന്നെന്താണെന്നറിയോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹണി റോസിനെ കാണുമ്പോൾ കുന്തി ദേവിയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന് ഓർമ്മ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കുന്തി ദേവി, ഓക്കെ, വേറെ ആരെ പറ്റിയിട്ടല്ല, കുന്തി ദേവിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഹണി റോസിനാണെങ്കിൽ റോസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഞാൻ ഹണി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ബോബി ചെമ്മണ്ണൂറിനെ പറഞ്ഞേക്കുന്നതിൻ്റെ ഒരു സെൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ലാസ്റ്റ് ഞാനിത് ഈ ഒരു ഇൻ്റർവ്യൂ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ വരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും അതെടുത്ത് ഇങ്ങോട്ട് വെക്കുകയാണ്. നമ്മുടെ ഏഞ്ചൽ ബേബി ഇൻ്റർവ്യൂ എടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ട് വെക്കാം. ഹണി റോസിനെ എന്തിന് കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണ് ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം കുന്തി ദേവിയുടെ കഥ വായിച്ചാൽ നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. അപ്പോൾ നമ്മുടെ ബോച്ചെ പറയുന്നത് കുന്തി ദേവി മഹാപുരാണത്തിലുള്ള കുന്തി ദേവിയെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെയുള്ള ചില ആളുകൾ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ് അല്ലേ. എന്തോ ആൾക്കാർ ഇങ്ങനെയൊക്കെ ബോബി ചെമ്മണ്ണൂർ മനസ്സിന് ശുദ്ധിയോടുകൂടി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ മറ്റുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിച്ചെടുക്കുന്നത്? ഇതൊക്കെ തെറ്റല്ലേ? അങ്ങനെയാണ് പലരും അതിൽ കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ഞാനൊരു ജെമിനിയാണ്, മനസ്സിലായി? ജെമിനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച ഇതുണ്ടല്ലോ, സ്റ്റാർ ഇതിന്റെ ജെമിനി എന്ന് പറഞ്ഞ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡ് വേറെ, നാളത്തെ മൂഡ് വേറെ ആയിരിക്കും. ഓരോ ദിവസം ഡിഫറെന്റ് വ്യക്തിയായിരിക്കും. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളി ഓരോ ദിവസവും ഓരോരോ ക്യാരക്ടറാണ്. ഇന്നലെ ഇതാണെങ്കിൽ നാളെ മറ്റൊന്നാണ് എന്നുള്ളതൊക്കെയാണ്.
നമ്മുടെ നാട്ടിൽ ഇതിനെ നട്ടപ്രാന്ത് എന്നാണ് വിളിക്കുന്നത്, പുള്ളി ഇതിനെ ജെമിനി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോഴും 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കാം. കുന്തി ദേവി, ആ കഥയിലുള്ള കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്, അങ്ങനെ എടുക്കാം. അല്ല ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം. ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട്, ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആരും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിച്ചു. അവരൊക്കെ സന്തോഷിക്കണം. കുന്തിദേവിയുടെ സ്റ്റോറി ഒന്നും ആർക്കും അറിയത്തില്ല, പെട്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ പണ്ടത്തെ മറ്റേ ഇത് അറിയുന്നത്. അവിടെ ബോച്ച ഒരു കാര്യം പറഞ്ഞിട്ട് എന്തിനാണ് പറഞ്ഞതൊരു ഡബിൾ മീനിങ് ആണ് പുള്ളി പറഞ്ഞത്. പിന്നെ അതിനെ കുന്തിദേവിയാണ്, കുന്തിദേവിയോട് ഞാൻ ഉപമിച്ചതാണ്, അല്ലെങ്കിൽ കുന്തിദേവി പുരാണത്തിലുള്ളതാണ്, പുരാണമാർക്കും മനസ്സിലാവുന്നില്ല. കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ കുഴപ്പമാണ്. ബോച്ച പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, കേട്ടോണ്ടിരുന്നവരുടെ കുഴപ്പം മാത്രമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. ചോദ്യത്തിൽ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി. എന്റെ പെണ്ണുങ്ങളെ മാത്രം, ഹണി റോസിനെ മാത്രം ഞാൻ ആദ്യം വിളിക്കുന്നതിന്റെ ഉദ്ദേശം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും അല്ല വിളിക്കുന്നത്. അവർ ഉദ്ഘാടനം ചെയ്ത് അവർ വിട്ടുപോകും. പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് ഇങ്ങനെ, എന്താണ് ബോച്ചെ ഇന്നലെ രാത്രി ഹണി റോസ് താമസിച്ച ഹോട്ടലാണോ താമസിച്ചേ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്. ഞാൻ പറയുന്ന സഹോദരൻ അതൊന്നും ഇല്ല. എനിക്ക് ഇവരെയൊക്കെ ഞാൻ വെച്ച് മാർക്കറ്റ് ചെയ്യുക എന്നല്ലാതെ, ഉദ്ഘാടനം ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ. ഓക്കെ, അപ്പം നമ്മുടെ ബോച്ചയ്ക്കാണെങ്കിൽ അങ്ങനത്തെ വേറെ ദുരുദ്ദേശങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വേദികളിൽ പോകുമ്പം ഇത്തരം ചില ചേഷ്ടകൾ പുള്ളി കാണിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ചേഷ്ടകളൊന്നും നമ്മുടെ ഹണി റോസിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മൾ പറഞ്ഞുകൊള്ളുന്നത്. ഇനി മറ്റൊരു വേദിയിൽ നമ്മുടെ ബോച്ച ഹണി റോസിനെ നിർത്തിക്കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് നല്ല രീതിയിൽ ഹണി റോസിൻ്റെ മുഖത്തറിയാൻ പറ്റുന്നുണ്ട്, അതായത് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് പിന്നീട് പുള്ളി ഓരോ പരിപാടിക്ക് വിളിക്കുമ്പം വരാനെ കൊണ്ട് വിസമ്മതിച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ആ ഒരു വിഷ്വലൂടെ ഞാൻ അവിടെ വെക്കാം. ഇതിന്റെ ഫിറ്റ്നസിന്റെ പേര് പ്ലേ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കളിച്ച് ഫിറ്റ്നസ് ആവുക. ഓക്കെ, കളിച്ച് ഫിറ്റ്നസ് ആവുക എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ഇതിനകത്ത് സൈഡിൽ നിൽക്കുന്ന ഹണി റോസിന്റെ മുഖം മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നുള്ള പട്ടി എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു എക്സ്പ്രഷനാണ് പുള്ളിക്കാരുടെ മൈൻഡിലുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഡബിൾ മീനിങ്ങളെ കുറിച്ചിട്ട് ബാക്കി ആങ്കർ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ബോച്ചെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വെക്കാം. മോശമാണോ, അല്ലെങ്കിൽ എന്താണ് അതിനെപ്പറ്റി ഒരു ഡബിൾ മീനിങ്? ഇതൊരു ടൈം പാസ്. നമ്മൾ ഈ സിനിമയൊക്കെ കാണല്ലോ, തമാശയുള്ള സിനിമ, തെറി പറയുന്ന സിനിമ. പലർക്കും പല ജോണർ, പല ഇഷ്ടങ്ങളായിരിക്കാം. ഒരു നെഗറ്റീവും പോസിറ്റീവും ജീവിതത്തിലുണ്ട്, എല്ലാ വ്യക്തികളിലുണ്ട്. ഡബിൾ മീനിങ് ചിലർ നെഗറ്റീവായിട്ട് എടുക്കാറുണ്ട്, ചിലർ പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്, ചിലർ ആ സെൻസിലെടുക്കും, എൻജോയ് ചെയ്യും. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കും. അവർക്ക് അങ്ങനത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരായിരിക്കാം അവർ. എന്തായാലും നമ്മുടെ ഹണി റോസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. നിങ്ങളെ മാനസിക രോഗി എന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ തമാശ പറയാതെ ഭയങ്കര സീരിയസ് ആയിട്ട് ജീവിക്കുന്നവരായിരിക്കും. അത് തെറ്റൊന്നും പറയാൻ പറ്റില്ല, അവരുടെ സ്വാതന്ത്ര്യമാണ്. ചിലവർ പിന്നെ ഇഷ്ടപ്പെട്ടാലും നമുക്കെതിരെ നെഗറ്റീവ് ഇടും. അങ്ങനെ കുറെ തെറി പറയാതെ ഇതൊക്കെ ഇടുമ്പോൾ ആൾക്കാർ അവരെ ശ്രദ്ധിക്കും, കുറച്ച് പേര് അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് ലൈക്ക് റീച്ച് കിട്ടി അവരും ഇതോടുകൂടെ ഫേമസ് ആവും. ഞാനും ഫേമസ് ആവുകയാണ്, അവർക്കും ഫേമസ് ആവാൻ എൻ്റെ കൂടെ നിന്നിട്ട് നെഗറ്റീവ്. പക്ഷേ ഹണി റോസിനെ നിങ്ങളെ ഇതുപോലെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഫേമസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം ഹണി റോസ് ഓൾറെഡി അറിയാമല്ലോ ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സെലിബ്രിറ്റിക്ക് നിങ്ങളെ വെച്ചിട്ട് ഫെയിം കൂട്ടേണ്ട ആവശ്യകത കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഈ ഡബിൾ മീനിങ് ജോക്ക് പറയുക, ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. കാര്യം ഞാൻ ലാസ്റ്റ് ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ റിയാക്ട് ചെയ്തിട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് നമ്മൾ അയാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അയാൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളത് പറയാതിരിക്കുക എന്നുള്ളതാണ്. അവരുടെ മുന്നിൽ വെച്ചത് പറയാതിരിക്കുക, കാരണം അത് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഹണി റോസിനെ ഒരു പരിപാടിക്ക് വിളിച്ച് വരുത്തിയിട്ട് അത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ അവരെ അപമാനിക്കുന്ന രീതിയിൽ പുള്ളിക്കാരിക്ക് തോന്നിയത് കൊണ്ടാണ് പിന്നീട് ഓരോ പരിപാടിക്ക് കാര്യങ്ങളൊന്നും നിങ്ങൾ വിളിച്ചിട്ട് വരാത്തത്. അപ്പം നിങ്ങൾ പിന്നീട് പുള്ളിക്കാരി മറ്റൊരു ഷോയിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഉദ്ഘാടനത്തിന് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കിന് നിങ്ങൾ അവിടെ വലിഞ്ഞു കയറി ചെന്ന് ഇതുപോലെ കളിയാക്കുന്നതിനുള്ള പരിപാടി കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അവരുടെ അല്ലെങ്കിൽ ഹണി റോസിനെ പുള്ളിക്കാരുടെ വഴിക്ക് വിടുക. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ഘാടനത്തിന് വന്നില്ല എന്നുകൊണ്ട് ഇപ്പം ഹണി റോസ് അല്ല, നാളെ ഏതൊരു നടി വന്നാലും നിങ്ങൾ നേരെ വന്നിട്ട് ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുക. അവരുടെ അടുത്ത് വലിഞ്ഞു കയറി ചെന്നിട്ട് അവരെ ഇതുപോലെ അപമാനിക്കുന്ന രീതിയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഡബിൾ മീനിങ് പറയുന്ന ജോക്ക് കാര്യങ്ങളൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ അത് നമ്മൾ എന്തിനാണ് മറ്റൊരാളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നു, പറഞ്ഞു കൊള്ളുന്നു. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.